ഇതാവുന്നില്ലല്ലോടാ. ഇനായത്ത് ഖലീലിന്റെ ബോട്ടുകൾ നമ്മുടെ തീരത്തെത്തരുത്. ബോംബെയുടെ ഒരു ബോംബെയുടെ ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് റോക്കിയും. ഇവിടുത്തെ തിരകൾക്ക് തീരത്തെ തൊടുവാണെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം. ആരെ വളിയിട്ടതിൻ്റെ അടുക്ക് ഞാൻ ഒരു മാസം ഡയലോഗ് പറയുന്നല്ലേ. നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ സാധനം ചെയ്യാം. നീ ഏതാ ചെയ്യുന്ന? നീ ഏത് ഡയലോഗ് ചെയ്യുന്ന? ഞാൻ ഒരു മാസം സാധനം ചെയ്യാം. ഏത്? ബന്നിന്റെ ചെയ്യാം. ഇവിടെ ഒരു മിനിറ്റ്. ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അല്ല ഞാൻ പറയുന്ന എല്ലാവരും സീനെ അഭിനയിച്ച് കാണിക്കണം. അതിന്റെ റേറ്റിംഗ് 1 to 10 റേറ്റ് ചെയ്യണം. 1 to 10. ഞാൻ ലാസ്റ്റ് ചെയ്യാം. ഓക്കെ. അല്ല അടുത്ത റാംബോ അല്ല മമ്മു നോക്കില്ല നോക്കണ്ട. ബാക്കി അടുത്ത കയറ്റം. അത് കഴിഞ്ഞു. പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം കിട്ടിയത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല.
ഡബ്ല്യൂ ഇവന്റെ ലിപ്സിംഗ് മൊത്തം തെറ്റല്ലേ? ഇതിലെന്താ അപ്പൊ ഞാൻ ചെയ്തത് ഞാൻ ചെയ്ത് ഞാൻ ഇതിലും നന്നായിട്ട് ചെയ്ത് അസൂയ ഇതിനെല്ലാം തീയ ഇതെന്താണ് റോട്ടിൽ വന്ന് പഞ്ഞു വരുത്തുന്നാ നീ ചെയ്തത്? അല്ല ഞാൻ ചെയ്യാം. ഓക്കെ ഇതിനൊന്നും തീ കൊടുക്കല്ലേ, ഇതെന്നെ കളിയാക്കുന്നേ നിങ്ങള്. എന്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്ത് പരിചയമുണ്ട് പണി. ഇവൻ ജൂനിയർ ആർട്ടിസ്റ്റ് അവസാനിക്കും, ഇവൻ ഒരിക്കലും ആക്ടർ ആവൂല. എന്റെ അത്ര കഴിവ് ഇവനില്ല. ഇപ്പൊ തെളിഞ്ഞില്ലേ? ഇത് വന്ന് നീ അമ്മയായിട്ട് അഭിനയിക്ക്. നീ അമ്മ, ഇത് കുഞ്ഞമ്മയാ. ഒരു മിനിറ്റ്. ഞാൻ ഡയലോഗ് മാത്രം പറയാം. എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം കിട്ടിയത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലപുണ്ണാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇവരെ കൊണ്ട ഇല്ല ഞാൻ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ആക്ടർ. ഞാനോ? സംഭവില്ലേ ഇത് ഇവന്മാരുടെ മുന്നിൽ അമ്മയും മോനുമായിട്ട് നിൽക്കുന്ന ആരാ? ഈ മുതുക്കനാന്നൊരു മോന് ചെറുത്, ഇത് അമ്മയോ ഈ ബോണ്ട. എനിക്ക് ഇവരെ കണ്ടിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ മുന്നിൽ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നീ ഒരു ആക്ടറല്ല. ഏത് വല്ല കൊലമുമ്പ് ഞാൻ ലാലേട്ടൻ വന്നിട്ട് പോലും ഞാൻ ആക്ട് ചെയ്യണ്ടല്ലോ. ലാലേട്ടൻ എടുക്കുമ്പോ പോലും ദൃശ്യത്തിൽ ഏത് അടുത്ത ജാസി എനിക്ക് മനസ്സിലാകും. ആരാ അമ്മയും മോനായിട്ട് നിൽക്കുന്ന? എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം കിട്ടിയത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലമുണ്ടാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഈ മമ്മൂല്ല ചെക്കൻ നന്നായിട്ട് ചെയ്യുന്നത്, ജാസി നന്നായിട്ട് ചെയ്യുന്നത്. അതിനിടക്ക് വെറുതെ കോമഡി ആക്കാൻ വേണ്ടി അതെന്തല്ലോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തല്ലോ സാധനം കോമാളിത്തരം നന്നായിട്ട് ചെയ്യുന്നത്. അതിന് റാംബോ കൂടെ ബാക്കിയുള്ളൂ. അതൊന്നും പറ്റില്ല. നീ എല്ലാത്തിനും ഇങ്ങനെ മാറിയിരിക്കാണ് റാംബോ. ഇത് ശരിയാവൂല. ആ പിന്നെ വേറെ സീമാണോ?
വേറെ സീൻ വേണോ? നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സീൻ ഉണ്ടോ? ലാലേട്ടന്റെ ഏതാ സീന്? എന്നാലും എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം കിട്ടിയത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലമുണ്ടാകണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഇത് റോക്കി ഭായി അല്ലേ? ഇത് മൂക്കി ഭായി. ഇത് ഞാൻ വെച്ച എന്റെ ഏറ്റവും മോശമായിരുന്നു. ഭാഗ്യം റാമ്പോ ചെയ്ത് നന്നായി. എല്ലാം എനക്ക് എല്ലാം വന്നാലേ ഞാനൊന്നെ കുര്യനും കൂടെ ബാക്കിയുള്ളൂ. കുര്യൻ മുനു ആണ്. മുനുക്ക് ഇങ്ങനത്തേലും താല്പര്യമില്ല. മുനു ചെയ്തിട്ട് കാര്യം. മുനു അതിലൊന്നും ഇങ്ങനത്തേലൊന്നും ഇല്ല. മനസ്സിലാവും. എനിക്ക് കുര്യനും കൂടെ നമ്മളെ പെർഫോമർ ആയിട്ട് കുര്യനാണ്. നമുക്ക് പൊളിക്കണം. നമുക്ക് സിനിമയെല്ലാം കയറണ്ട. അപ്പൊ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യും. ആ ഇതാ പന്നെ എട്ട് ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു പണം കിട്ടിയത്. പാത്രത്തിലുള്ള ചോറ് കളഞ്ഞുകൊണ്ട് കഴിക്കുന്നവർക്കിടയിൽ മണ്ണിൽ വീണ ഈ ബണ്ണിന് നീ ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാകും. സ്വാർത്ഥതയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം. ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല. നമ്മൾ അവരെ തടഞ്ഞു നിർത്തണം. ആരെപ്പറ്റി ആലോചിച്ചും തലമുണ്ടാക്കണ്ട. അവരാരും നിന്റെ അത്ര ബലശാലികളല്ല. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തത്. ആരാ ഏറ്റവും അല്ല നിനക്ക് ആരൊക്കെ ചെയ്ത്? രണ്ടാമത് മമ്മു ചെയ്ത്. ഷമീർ, മമ്മു, ജാസി, റാംബോ, തൊപ്പി, കുര്യൻ. ആറാള് ചെയ്ത്. അപ്പൊ ആറാളെ പോളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പോള് വേണ്ട. ഇവർ പറയട്ടെ ഫസ്റ്റ് സെക്കൻഡ് എന്തായാലും. ഓ കുര്യന് ഫുൾ ടീ പെർഫോമൻസ്. ഞാൻ ചെയ്തില്ലേ?